ഏറ്റവും ബഹുമാന്യനായ ഈ വിളംബര യാത്രയുടെ ജാഥ ക്യാപ്റ്റൻ, യൂത്ത് കോൺഗ്രസിന്റെ കാഞ്ചാർ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അലൻ പുലിക്കുന്നൻ, വൈസ് പ്രസിഡന്റ് ശ്രീ റിജോ കുഴിപ്പള്ളി, യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ ആൽബിൻ മണ്ണഞ്ചേരി, ഈ പരിപാടി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ജോർജ് ജോസഫ് പടവിൽ, ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ ജോയി ഈഴക്കുന്നേൽ, മണ്ഡലം സെക്രട്ടറി ശ്രീ സണ്ണി സാർ, ഈ വിളംബര യാത്രയിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രിയപ്പെട്ട സമരഭടന്മാരെ, വേറിട്ട സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് കേരളം ഇന്നുവരെ ദർശിച്ചിട്ടില്ലാത്ത ഒരു യാത്രയാണ് സമരാഗ്നി എന്ന പേരിൽ KPCC നേതൃത്വം കൊടുക്കുന്ന യാത്ര കടന്നു വരുന്നത്. പത്രദൃശ്യ മാധ്യമങ്ങളിലൊക്കെ നാം കാണുന്നു, കേരളത്തിൽ ഇന്നേ വരെ പ്രതിപക്ഷത്തോ ഭരണപക്ഷത്തോ ഉള്ള നേതാക്കന്മാർ നടത്തിയിട്ടുള്ള യാത്രകളെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിന്റെ മനസ്സ് തൊട്ടറിഞ്ഞുകൊണ്ടാണ് ഈ സമരാഗ്നി യാത്ര കടന്നു വരുന്നത്. ഈ സമരാഗ്നി യാത്ര എന്തിനു വേണ്ടി എന്ന് ജനങ്ങൾ തന്നെ ചിന്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിന് വലിയ പ്രചരണ പരിപാടികളൊന്നും KPCCയോ കോൺഗ്രസോ നേതൃത്വം കൊടുക്കുന്നില്ല. ആ പ്രചരണം ജനാധിപത്യ വിശ്വാസികൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. എന്താണ് കേരളത്തിൽ ഇന്ന് ഒരു ഭരണമുണ്ടോ എന്ന് ജനങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിന്റെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുവാൻ, കേരളത്തിന്റെ ജനാധിപത്യത്തെ ദൂരത്തിലും അഴിമതിയിലും മുക്കിക്കൊല്ലുവാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റായി പിണറായിയുടെ ഗവൺമെന്റ് മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. പിണറായി ഗവൺമെന്റിൽ നിൽക്കുന്ന മറ്റ് മന്ത്രിമാർക്ക് വകുപ്പുകളുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. പക്ഷേ ഭരിക്കുന്നത് പിണറായി തന്നെയാ. ഇവിടെ നമ്മുടെ നിയോജക മണ്ഡലത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കറിയാം, നെറികെട്ട ഭരണത്തിൽ പിണറായി തമ്പുരാൻ പറയുന്നതിനപ്പുറത്തേക്ക് ഒന്നും പോകുവാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഗവൺമെന്റിലെ മറ്റ് മന്ത്രിമാർക്കും മനസ്സിലായിരിക്കുകയാണ്. എന്താണ് പശ്ചിമ ബംഗാളിലും ത്രിപുരയിലുമൊക്കെ സംഭവിച്ചത്? 35 വർഷ കാലഘട്ടം പശ്ചിമ ബംഗാളിൽ ഭരിച്ച മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് അതിന്റെ അവസ്ഥ എവിടെയാണ് എന്ന് നാം ചിന്തിക്കണം. കേരളം മാർക്സിസ്റ്റ് പാർട്ടിക്ക് അതേ അവസ്ഥയിലേക്ക്, പശ്ചിമ ബംഗാളിന്റെ അവസ്ഥയിലേക്ക് കേരളവും മാറുകയാണ്. പശ്ചിമ ബംഗാളിൽ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയും ബ്രാഞ്ച് കമ്മിറ്റിയുടെ സെക്രട്ടറിമാരും ഒക്കെ ഇന്ന് വടക്കേ ഇന്ത്യയിൽ ഇങ്ങോട്ട് വരുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികളായി, അതിഥി തൊഴിലാളികളായി നമ്മുടെ കൃഷിയിടങ്ങളിൽ പണിയുവാൻ വേണ്ടി കിട്ടാം. ആ അവസ്ഥ അതിവിദൂരമല്ലാതെ കേരളത്തിലും ഉണ്ടാകാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ തിരിച്ചറിയണം. ഇവിടെ എന്ത് കിട്ടിയാലും, എന്ത് ബോട്ട് കാട്ടിയാലും ആ ബോട്ടിന്റെ എല്ലാം പിന്നിൽ പിണറായിയും പിണറായിയുടെ മരുമകനും പിണറായിയുടെ മോളുമുണ്ട്. ഒരു കുടുംബം മുഴുവനാണ് അഴിമതിക്ക് കൂട്ടു നിൽക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം. ആ അഴിമതി ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഇത് സ്വർണ്ണക്കടത്തിൽ തുടങ്ങി ഇപ്പം കരിമണൽ ഖനന കമ്പനി തൊട്ട് ഇങ്ങോട്ട് പിണറായി പറയുന്നു മകളുണ്ടാക്കിയ കമ്പനി ഭാര്യയ്ക്ക് ജോലി കഴിഞ്ഞപ്പോൾ കിട്ടിയ PF-ഉം മറ്റ് ആനുകൂല്യങ്ങൾ കൊണ്ടാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ അറിയാം, 125, 130 കോടി രൂപയ്ക്ക് തുടങ്ങിയ കമ്പനി അത്രയും പണം ഒരു വ്യക്തി തൊഴിൽ സ്ഥലത്ത് നിന്ന് റിട്ടയർമെന്റ് ആകുമ്പോൾ കിട്ടുമെന്ന് പറഞ്ഞ് ജനങ്ങളെ പമ്പര വിട്ടികളാക്കുവാൻ പിണറായി ശ്രമിക്കുകയാണ്. എവിടെ ക്വാറികൾ നടന്നാലും, എവിടെ മണൽ ഉൽപാദനം നടന്നാലും അതിന്റെ കമ്മീഷൻ ഏജന്റായി വീണ വിജയൻ മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഈ ഭരണത്തിനെതിരെ നമുക്ക് ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇടതുപക്ഷ ഗവൺമെന്റ് 7.5 വർഷ കാലഘട്ടം കൊണ്ട് ഇടുക്കി പാക്കേജ് പ്രഖ്യാപിച്ചത് നമുക്കൊക്കെ അറിയാം. ഒരു ചില്ലിക്കാശ് പോലും ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുവാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. പാക്കേജുകൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നു എന്നല്ലാതെ പാക്കേജുകൾ ഒന്ന് നടപ്പിലാക്കുവാൻ പിണറായി ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. കേരളത്തിലെ ജനങ്ങളെ വെറും വിഡ്ഢികളാക്കുന്ന ഭരണ സംവിധാനവുമായി ഈ ഗവൺമെന്റ് മുമ്പോട്ട് പോകുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കുവാൻ, പ്രതിഷേധിക്കുവാനുള്ള അവസരമായി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ നിങ്ങൾ കാണണമേ എന്ന് മാത്രം അഭ്യർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി ഒന്ന് പരിശോധിച്ച്
മണിപ്പൂരിൽ വർഗീയ വിഷയങ്ങളുണ്ടായി, അവിടെ കലാപമുണ്ടാകുമ്പോൾ ഇന്ത്യയുടെ മതേതരത്വം കാത്തു സംരക്ഷിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഈ രാജ്യം ഭരിക്കുന്നത് എങ്കിൽ നരേന്ദ്രമോദി മണിപ്പൂരിലേക്ക് പോകണ്ടേ? അവിടെ പോയിട്ടുണ്ടോ ആ മനുഷ്യൻ? അങ്ങോട്ട് പോയിട്ടില്ല. മാത്രമല്ല, അദ്ദേഹം അമ്പലത്തിൽ പൂജാരിയായി പ്രവർത്തിക്കുവാൻ പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. പണിതീരാത്ത ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തുന്നു, അവിടെ പൂജാരിയാകുന്നു. എത്ര വിചിത്രമായ കാഴ്ചയാണ് നമ്മുടെ രാജ്യം കാണുന്നത്. ഇതിനെതിരെ പ്രതികരിക്കുവാൻ സമയമായിരിക്കുകയാണ്. നമ്മുടെ രാജ്യം മതേതരത്വത്തിൽ അടിയുറച്ച് വിശ്വസിച്ച ജനാധിപത്യമാണ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത്. ഇന്ന് കാണുന്ന ഇന്ത്യയെ കെട്ടിപ്പടുത്ത കോൺഗ്രസ് 65 വർഷ കാലഘട്ടം ഈ രാജ്യത്തെ ഭരിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്നത്തെ സ്ഥിതിയിൽ ഈ രാജ്യം നിലനിൽക്കുന്നത് കോൺഗ്രസ് സംഭാവന ചെയ്തിട്ടുള്ള സത്ഭരണത്തിലൂടെയാണ് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കുവാൻ പറ്റില്ല. ഇവിടെ വർഗീയതയല്ല നമുക്ക് വേണ്ടത്. ഇവിടെ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയെയും പാഴ്സിയെയും എല്ലാം ഒരേ ചരടിൽ കോർത്തിറക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്തെയാണ് നമുക്ക് ആവശ്യം. ആ രാജ്യം കെട്ടിപ്പടുക്കുവാനുള്ള അതിവിപുലമായ സമര പരിപാടികളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്താകമാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വയനാട്ടിൽ ആരക്കലി മൂത്ത് വനംവകുപ്പ് വാച്ചറെ ചവിട്ടിക്കൊന്നപ്പോൾ, അവിടെ സമര പരമ്പരകൾ ഉണ്ടായപ്പോൾ, പ്രതിഷേധമുണ്ടായപ്പോൾ കേരളത്തിലെ ഒരു മന്ത്രിക്കോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കോ അങ്ങോട്ട് പോകുവാൻ സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ കാണുകയാണ്. UPയിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധി നിമിഷങ്ങൾക്കുള്ളിൽ വയനാട്ടിൽ വന്ന് ആ കുടുംബത്തെ സമാധാനിപ്പിക്കുന്ന കാഴ്ച നാം കാണുകയാണ്. രാജ്യത്ത് അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും കണ്ട് രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കുവാൻ, ജനാധിപത്യം സംരക്ഷിക്കുവാൻ കടന്നു വരണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കും ഈ യാത്രയിൽ അണിനിരക്കുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ സമരാഗ്നി യാത്ര നാളെ കഴിഞ്ഞ് 5 മണിക്ക് കട്ടപ്പനയിൽ എത്തിച്ചേരുമ്പോൾ ഈ നാടിന്റെ ജനാധിപത്യ സംവിധാനത്തിൽ ജനാധിപത്യ മനസാക്ഷിയുള്ള ജനാധിപത്യ വിശ്വാസികൾ കട്ടപ്പനയിൽ ഈ സമരാഗ്നി യാത്രയിൽ പങ്കെടുക്കണമേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഇന്നക്ക വിളംബര റാലിയിൽ പങ്കെടുത്ത മുഴുവൻ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും സമരപരന്മാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കിൽ നിർത്തുന്നു. ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്.